കാണണം. കണിയാൻകുട്ടന്റെ പല്ലവിയായിരുന്നു. വസ്തു എഴുതി വെച്ചിരിക്കുന്നത് കാണണം. വസ്തു എഴുതി വെച്ചിരിക്കുന്നത് ഉണ്ടാക്കാനായിട്ടാണ് കയറിയത് അഴിച്ചു പൊളിച്ച്. ചെറുക്കത്തർ ശശിയെ സുഷിയെ എല്ലാം വിളിച്ചോണ്ട് വന്നവൻ കയറിയതാ. അവനങ്ങ് നടപ്പായിരുന്നു. കുറച്ച് വെള്ളഷർട്ടും വെള്ളമുണ്ടും ഇട്ടങ്ങ് നടപ്പായിരുന്നു. ഇവൻ വെള്ളഷർട്ടും വെള്ളമുണ്ടും ഒക്കെ ഉട്ട് ഈ കണിയാൻ അങ്ങ് നടപ്പായിരുന്നു. വെള്ളഷർട്ടും വെള്ളമുണ്ടും ഒക്കെ ഉടുത്തങ്ങ് നടപ്പായിരുന്നു. ഇവൻ വെള്ളഷർട്ടും വെള്ളമുണ്ടും ഒക്കെ ഉടുത്തങ്ങ് നടപ്പായിരുന്നത്. എന്നിട്ടാ ചെറുക്കത്തർ ശശിയെ വിളിച്ചോണ്ട് വന്ന് സുഷിയായിട്ട് എന്റെ കഥ അടിച്ചു പൊളിച്ചത്. അല്ല അവളെ നോട്ടം കാണണം. ഗീതയെന്ന് പറയുന്നവരാ കിഴക്കേ മുറിയുടെ ജനലിന്റെ ഇങ്ങനെ ഇരുന്നങ്ങ് നോക്കുക. അവള് എന്തുവാടി ഇത്ര നോക്കാന്? നീ വിചാരിച്ചോ വസ്തുവും വകയൊക്കെ അവൾ എന്റെ 6000 രൂപ വാങ്ങിച്ചിട്ട് 2000 തന്നോളെന്ന് പറഞ്ഞ കള്ളി മുതുകള്ളി. ആ മുതുകള്ളി എന്റെ 6000 രൂപ എന്നോട് വാങ്ങിച്ചേച്ച്. പൈസ വല്ല ഇരിക്കുന്ന മോളെ, പൈസ വല്ല ഇരിക്കുന്ന മോളെ, പൈസ വല്ല ഇരിക്കുന്നോന്ന്. എന്റെ അമ്മയുടെ പൈസ വല്ല ഇരിക്കുന്നോന്ന്. എന്നിട്ട് എനിക്ക് പൈസ അടിയാ. നീ വിളിച്ച ആരാടാ? ഈ വസ്തു എഴുതി വെച്ചിരിക്കുന്ന ഉണ്ടാക്കാൻ പോയതവൻ. വസ്തുവേ എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്നപ്പോ അവൻ വിചാരിച്ച് അടിച്ചു പൊളിച്ച് എന്റെ കഥകളെല്ലാം അടിച്ചു പൊളിച്ച് കുറെ ഗൂണ്ടകളെ കൊണ്ട് കയറി പൊളിച്ച് പൊക്കിയെടുത്തോണ്ട് പോകുമ്പോഴത്തേക്ക് അവൻ എന്റെ വസ്തു കിട്ടുമെന്നാ വിചാരിച്ചത്. ബിജുപ്പി ഒത്തിരിയോ എന്തൊരു സന്തോഷത്തിൽ ഇരിക്കുവായിരുന്നു. കൊണ്ടച്ചാ ഊമ്പിപ്പോയി. ഗോപി വരച്ച് ഗോപി ഒത്തിരി ഇങ്ങനെ എല്ലാവരും പിടിച്ചു പറിച്ച് ഇങ്ങനെ ഇരിക്കുക. കുറെ അവന്മാരും ഇങ്ങനെ പിടിച്ചു പറിച്ച് കയ്യൊപ്പിട്ടു എടുത്തു എല്ലാം അറിയാം. ഇങ്ങനെ കള്ളവരല് പതിപ്പിച്ചു എല്ലാം എടുത്തെടുത്ത് നല്ല പരിചയമാ. കള്ളവരല് പതിപ്പിച്ചൊക്കെ എടുത്ത് നല്ല കള്ളവരല് പതിപ്പീരൊക്കെ പതിപ്പിച്ച് ഇങ്ങനെ ഇരിക്കുക. കയറിയതാ. നിനക്ക് വെള്ളശബ്ദം കൊണ്ട് വിട്ടങ്ങ് നടപ്പായിരുന്നു കണിയാൻകുട്ടൻ. നീ ആരാടാ? പ്രളയമന്ത്രത്തിലെ കാര്യം നോക്കാൻ നീ ആരാടാ? കണിയാൻകുട്ടൻ. പ്രളയമന്ത്രത്തിലെ കാര്യം നോക്കാൻ നീ ആരാടാ? കണിയാൻകുട്ടൻ. കണ്ടവരൊക്കെ ആരാടാ പ്രളയമന്ത്രത്തിലെ കാര്യം നോക്കാന്? ചെറുക്കത്തം ശശിയാരാ ഇവിടെ വന്ന് അടിച്ചു പൊളിച്ച് കയറാന്? നിനക്ക് ആര് അധികാരം തന്നടാ? പോലീസ് ഇല്ലാത്ത അധികാരം നിനക്ക് ആര് തന്നടാ? നിനക്ക് ആരാടാ പോലീസ് ഇല്ലാത്ത അധികാരം നിനക്ക് തന്നത്? ചെറുക്കത്തം ശശിക്ക്. നീ എന്തോ കമ്മ്യൂണിസ്റ്റ് ഗൂണ്ടായിസം നടക്കുന്നു. കമ്മ്യൂണിസ്റ്റ് ഗൂണ്ടായിസം നടക്കുക. പറയാമാര് ഗൂണ്ടായിസം എന്ത് തെമ്മാടിത്തരം കാണിക്കാന്നുള്ള ഗൂണ്ടായിസം. കമ്മ്യൂണിസ്റ്റ് ഗൂണ്ടായിസം. എന്താ പോലീസിനില്ലാത്ത ഇതാ ഉമ്മാർക്ക്. പോലീസിനില്ലാത്ത ഇത്. പോലീസുകാർ വന്നിട്ട് പറഞ്ഞു അതിനും ഒരു കുഴപ്പമില്ല, നിങ്ങൾ നിങ്ങളുടെ പാട് നോക്കാനെന്ന്. പോലീസുകാർക്കറിയാവോ ഈ അടിക്കുള്ള കഥകളൊക്കെ സ്ക്രിപ്റ്റുകഥ. എന്റെ കഥ അവനങ്ങ് കഥയുണ്ടാക്കുമായിരുന്നു. കഥ ഞാൻ പ്രമാണം വെച്ച് കാച്ചെടുത്തുന്നത്. ഇതാ നിന്റെ അമ്മയുടെ ഞങ്ങളാ വെച്ചത്. ഞാൻ എന്റെ പ്രമാണം വെച്ച് എടുത്തെന്ന് പറഞ്ഞോണ്ട് അവന് കഥയുണ്ടാക്കി ഇരിക്കുകയായിരുന്നു. അവൻ വിചാരിച്ച് ഓടിപ്പോയോ ബിജുപിയൊക്കെ കണ്ടുപോയിട്ടിരിക്കുവാനോ. ഇപ്പം കോടിയുടെ മുതലങ്ങ് കോടിയുടെ മുതല് ബിജുപി എന്ന് പറയുന്ന സന്ധ്യക്ക് പറക്കാത്തവൻ. നമ്മളവനെ എന്തോ ഞാൻ നടക്കുക. എന്റെ 103 പവനാണ് നശിപ്പിച്ചത്. 103 പവനാണ് അശ്വിനി. ആ അശ്വിനി എങ്ങാണ്ട് കെട്ട നേരത്ത് ജനിച്ച തേണ്ടി ഇവിടെ കയറിയതാ. കുടുംബത്തിലേക്കാൾ വളർത്ത തേണ്ടി. കുടുംബത്തിൽ കയറിയതാ. ചെറുക്കത്തറ ശശിയെ വിളിച്ചോണ്ട് വന്ന. ചെറുക്കത്തറ ശശിയെ എന്റെ വീടടിച്ച് പൊളിച്ച് കയറാന് ചെറുക്കത്തറ ശശിയെ കൊണ്ട് വന്നതാ. എന്റെ വീടടിച്ച് പൊളിച്ച് കയറി എന്റെ പ്രമാണം എല്ലാം അടിച്ചു മാറ്റിയെന്ന് നമുക്ക് സ്വത്തുകാരാകാമെന്ന് വിചാരിച്ചു. വലിയ എന്നെച്ച് ഹൈലയൊക്കെ വെട്ടിയോ എന്തെല്ലാം അവന്റെ സ്വപ്നം കണ്ട്. മലർപ്പൊടിക്കാരന്റെ സ്വപ്നം ഓരൊക്കെ കണ്ടു. കുറെ ക്രിമിനൽസ് അങ്ങ് സ്വപ്നം കാണുമായിരുന്നു. സ്വപ്നം കണ്ടിങ്ങനെ ഇരിക്കുക സ്വപ്നക്കാര്. വന്നിരിക്കുക കണിയാൻകുട്ടന്. അവനങ്ങ് കഥയാ. രത്നമ്മാവീക്കയുടെ മോള് ദീപായപ്പണിക്ക് രത്നമ്മാവീക്കയുടെ വസ്തു, രത്നമ്മാവീക്കയുടെ എഴുത്. ഇതെന്താ ഒന്നരയാ? എന്റെ തൊണ്ട കുറഞ്ഞൊന്നുമല്ല. 40,000 രൂപ പെൻഷൻ വാങ്ങിക്കുന്നവരാ. 40,000 രൂപ ഫാമിലി. അപ്പം
എന്റെ തന്ത ജീവിച്ചിരുന്ന എന്തുമാത്രം കിട്ടിയേനെ. 40,000 രൂപ പെൻഷൻ ഉള്ളവൻ എന്റെ തന്ത. 40,000 ഫാമിലി പെൻഷൻ 40,000 രൂപ. അപ്പൊ എന്റെ തന്ത ജീവിച്ചിരുന്ന എന്തുമാത്രം കാശ് കിട്ടിയേനെ. എന്റെ തന്ത ജീവിച്ചിരുന്നെങ്കിൽ കുറഞ്ഞാളൊന്നുമല്ല എന്റെ തന്ത കേട്ടോ. എന്റെ തന്തയ്ക്ക് 40,000 രൂപയുടെ ഫാമിലി പെൻഷൻ ഉള്ളവനാണ്. 40,000 രൂപയുടെ ഫാമിലി പെൻഷൻ. 40,000 രൂപ ഫാമിലി പെൻഷൻ ഉള്ളവൻ എന്റെ തന്ത. സാധയ പണിക്കര് കുറഞ്ഞവനൊന്നുമല്ല. എന്റെ തന്ത ജീവിച്ചിരുന്നെങ്കിൽ ലക്ഷം കിട്ടിയേനെ, ലക്ഷം. എന്തുവാ തോന്നിയാസം എടുക്കുന്നത്? കണ്ട കണിയാനൊക്കെ കയറി കിടന്ന് ഇറങ്ങാനും. നീയൊക്കെ ആരാടോ കണിയാനൊക്കെ കയറി ഇറങ്ങാന്? എന്റെ അച്ഛന് ഫാമിലി പെൻഷൻ ഉണ്ടോ 40,000 രൂപ. നീ എന്തുവാടാ എന്റെ തന്തയെ തെമ്മാടിയാക്കുന്നത്? തെമ്മാടിയുടെ മോളല്ലടാ ഈ വായ്പണിക്കൊക്കെ കണ്ട കണിയാനൊക്കെ കയറി വലിക്കാന്. കണ്ട കണിയാനും കൂട്ടലും ഒക്കെ. കണ്ട കണിയാനും ചെറുകുട്ടിത്തരം ശശിയൊക്കെ ഇവിടെ കയറാന്. കമ്മ്യൂണിസ്റ്റുകാർ കൂണ്ടായ്പ കൊണ്ട് ഇവിടെ കയറാന് കേട്ടോ. എന്റെ തന്തയ്ക്ക് 40,000 രൂപയുടെ ഫാമിലി പെൻഷനാണ് ഉള്ളത്. കുറഞ്ഞവരൊന്നും അല്ലടാ. എന്റെ തന്ന 40,000 രൂപയുടെ ഫാമിലി പെൻഷനാണ് എന്റെ തന്ന വാങ്ങിക്കുന്നത്. ഇതൊക്കെ എന്തുവാണ് വിചാരിക്കുന്നത്? അന്തസ്സില്ലാത്ത കുറെ പേര് ജനിച്ചെന്ന് പറഞ്ഞോണ്ട്, അന്തസ്സില്ലാത്ത കുറെ ആൾക്കാരൊക്കെ ജനിച്ചെന്ന് പറഞ്ഞോണ്ട് എന്തുവാടാ? അന്തസ്സുള്ളവരൊക്കെ ഉണ്ട്. അന്തസ്സില്ലാത്ത കുറെ വഴിവിട്ട മണ്ട കയറുന്നത്. അന്തസ്സിലൊക്കെ നീയൊക്കെ എങ്ങനെ മണ്ട കയറാൻ എന്തുവാ? ണ്ട് 40,000. അപ്പൊ എന്റെ അച്ഛൻ ജീവിച്ചിരുന്ന എന്തുമാത്രം പൈസ എന്റെ അച്ഛന് കിട്ടിയാലേന്ന് ആലോചിച്ചോണം. ആഹാ, എന്റെ അച്ഛനെ കാത്തു കിട്ടുന്നോടാ കുറെ ആൾമാരും അമ്മമാരും. എന്റെ അച്ഛനെ കാത്തു കിട്ടുന്നു കുറെ കൂട്ടിച്ചുകളും കൂട്ടിച്ചന്മാരും കൂട്ടിച്ചുകളും. തോന്നിയാസം എടുക്കുന്നോടാ എറണാകുളത്ത് കണ്ടാങ്കറസെല്ലാം. കണ്ടാങ്കറസുകൾ കുറെ കണിയാൻകുട്ടൽ കുറെ അമ്മമാര് കുറെ കണ്ടാങ്കറസുകൾ കുറെ. ഇത് നീയൊക്കെ തോന്നിയാസം എടുക്കുന്നത്? തോന്നിയാസം. ഞാൻ വന്നിരിക്കുന്ന ഒരു കണിയാൻകുട്ടൻ എങ്ങാണ്ട് കുറെ തെമ്മാടികൾ ഈ കുടുംബത്തിൽ ജനിച്ചെന്ന് പറഞ്ഞോണ്ട്. കുറെ തെമ്മാടികൾ കുടുംബത്തിൽ ജനിച്ചെന്ന് പറഞ്ഞ് നീയൊക്കെ ആരാടാ കഥയുണ്ടാക്കാന്? നീയൊക്കെ ആരാ കഥയുണ്ടാക്കാന്? കുറെ തെമ്മാടിക്കൂട്ടം ജനിച്ചെന്ന് പറഞ്ഞോണ്ട്. അതുപോലെ ബിജുപി എന്ന് പറയുന്നവരാകും വന്നു കയറി